അബുദാബിയിലെ അൽ ഗുവൈഫാത്ത മുതൽ ഫുജൈറ വരെ 900 കിലോമീറ്റർ ദൈർഘ്യമുള്ളതാണ് UAE-യിലെ ഇത്തിഹാദ് റെയിൽ. രാജ്യത്തെ 7 എമിറേറ്റുകളിലായി 11 നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള റെയിൽ പദ്ധതിയാണ് ഇത്. 2016-ൽ ഇത്തിഹാദ് റെയിൽ വഴി ചരക്ക് നീക്കം തുടങ്ങിയെങ്കിലും കഴിഞ്ഞ വർഷമാണ് പ്രവർത്തനം പൂർണ്ണതോതിലെത്തിയത്. ഇതിനുശേഷം യാത്രാ സർവീസ് തുടങ്ങാനുള്ള നടപടികൾ ആരംഭിച്ചു. യാത്രാ ട്രെയിനിന്റെ ആദ്യ 2 സ്റ്റേഷനുകളുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചത്. ആദ്യ സ്റ്റേഷൻ ഫുജൈറയിലെ സകം കമ്മലിലും രണ്ടാമത്തെ സ്റ്റേഷൻ ഷാർജ യൂണിവേഴ്സിറ്റി സിറ്റിയിലുമായിരിക്കുമെന്ന് ഇത്തിഹാദ് റെയിൽ പബ്ലിക് പോളിസി ആൻഡ് സസ്റ്റൈനബിലിറ്റി ഡയറക്ടർ അദ്ര അൽ മൻസൂറി വ്യക്തമാക്കി. ചരക്ക് ഗതാഗതത്തിനുള്ള അതേ അടിസ്ഥാന സൗകര്യങ്ങൾ ഉപയോഗിച്ചാണ് യാത്രാ ട്രെയിൻ സർവീസ് നടത്തുക. 2030ഓടുകൂടി 3,60,00,000 പേർക്ക് സഞ്ചരിക്കാവുന്ന വിധത്തിലാണ് പാസഞ്ചർ ട്രെയിൻ പദ്ധതി പൂർത്തീകരിക്കുക. മണിക്കൂറിൽ 200 കിലോമീറ്റർ ആയിരിക്കും പാസഞ്ചർ ട്രെയിനിന്റെ വേഗം. എന്നാൽ പാസഞ്ചർ ട്രെയിൻ എന്ന് സർവീസ് ആരംഭിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല. അതേസമയം ചരക്ക് നീക്കത്തിനായി ഒമാൻ റെയിലുമായി ചേർന്ന് ഹഫീദ് റെയിൽ പദ്ധതിയും UAE നടപ്പാക്കുന്നുണ്ട്. 300 കിലോമീറ്റർ നീളമുള്ള ഹഫീദ് റെയിൽ പദ്ധതി പൂർത്തിയാകുന്നതോടെ UAE-യിൽ നിന്നും ഒമാനിലേക്കുള്ള യാത്രാസമയം 1 മണിക്കൂറിൽ താഴെയായി ചുരുങ്ങും. ഗ്ലോബൽ റെയിൽ കോൺഫറൻസിൽ സന്ദർശകർക്ക് ട്രെയിനിൽ വെർച്വൽ യാത്ര നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു. മാതൃഭൂമി ന്യൂസ്, ദുബായ്.